അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സിനാൻ്റെയും മുഹ്സിനയുടെയും സന്തോഷകരമായ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ അജ്മൽ സാർ എവിടെ എന്നുള്ള കാര്യത്തിന് അവർക്ക് ഒരു ഉത്തരമില്ല. അജ്മൽ സാർ ഉംറക്ക് പോയി എന്നുള്ള ധാരണയിലാണ് പിന്നെ ഒരു ആശ്വാസമുള്ളത്. എങ്കിലും അജ്മൽ സാറിൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് ആലോചിക്കുകയാണ്, റബ്ബേ എൻ്റെ കുട്ടി ഇത് എവിടെ പോയി കിടക്കുകയാണ്, എനിക്കറിയുന്നില്ലല്ലാ. എൻ്റെ കുട്ടി എന്തെങ്കിലും, എൻ്റെ കുട്ടിക്ക് വിഷമങ്ങൾ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റഹ്മാനെ അത് നീ നീക്കിക്കൊടുക്ക് തമ്പുരാനെ, പഠിച്ചോനെ, ആമീൻ. എന്നാൽ തൻ്റെ പങ്ങൾ മുഹ്സിയെ കടത്തിക്കൊണ്ടുപോയ അജ്മലിനെ എങ്ങനെയെങ്കിലും വകവരുത്തണം എന്നുള്ള രീതിയിലായിരുന്നു ഫിറോസ് നടന്നിരുന്നത്. എൻ്റെ പങ്ങളെ അവൻ കൊണ്ടുപോയി, അവൻ്റെ പങ്ങളും ഇതിൽ നടക്കാറുണ്ട്, അവൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, അത് ഞാനങ്ങ് ശരിയാക്കി കൊടുത്തോളാം. അവൻ്റെ മനസ്സിൽ പകയായിരുന്നു പല രീതിയിൽ, അത് സ്വന്തം ഭാര്യയോട് വരെ തീർക്കുന്നുമുണ്ട്. എന്നാൽ ബുഷി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അയാളത് കണ്ടുപിടിച്ചിരുന്നു. ആ കുട്ടിയെ ഒന്ന് പേടിപ്പിക്കണം, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അവൾ സ്കൂൾ വിട്ട് നടന്നു വരുന്ന ആ ഒരു സമയം, ബസ്സിറങ്ങുന്ന ആ ഒരു ടൈം അയാൾ അവിടെ എത്തുന്നു. ഫിറോസ്, കുട്ടീൻ്റെ പേരെന്താ? അവൾ ശരിക്കും പേടിച്ചു. അത് മറ്റാരുമല്ല എന്നുള്ള യഥാർത്ഥ സത്യം അവൾക്ക് മനസ്സിലായി. അതെ, മുഹ്സിത്തയുടെ ആങ്ങളെയാണത്. അവൾ പേടിച്ച് ഓടാൻ തുടങ്ങി. ഓടുന്നു വേണ്ട, എന്തിനാ ഓടുന്നത്? ഓടേണ്ട ഒരു ആവശ്യമില്ല, എനിക്ക് അവിടെ വന്ന് പിടിക്കാൻ കഴിയും. പിന്നെ എൻ്റെ പെങ്ങളെ നിൻ്റെ ആങ്ങളെയാണ് കൊണ്ടുപോയത്, അതുകൊണ്ട് നിന്നെ കൊണ്ടുപോകാനേ എനിക്കൊരു പണിയുമില്ല. ഓർത്തും കണ്ടൊക്കെ നിന്നോണം, തള്ളനോടൊക്കെ പറഞ്ഞേക്ക്. നിങ്ങളുടെ ഈ കൂട്ടിക്കൊടുക്കലും പെങ്ങളെ തട്ടിക്കൊണ്ടുപോലും അതൊന്നും അധികകാലം നീണ്ടു നിൽക്കില്ല. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്കുള്ള ശിക്ഷ ഞാനങ്ങ് നൽകുന്നു, എൻ്റെ തള്ളനോട് പറഞ്ഞേക്കിട്ടോ. സത്യം പറഞ്ഞാൽ ബുഷി ആകെ പേടിച്ചു പോയി. അവൾ പേടിച്ചോടുകയാണ്. റബ്ബേ, പേടിച്ചു വരുന്ന തൻ്റെ മോളെ കണ്ട ഉമ്മ 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 കരഞ്ഞുകൊണ്ടാണ് അവൾ വരുന്നത്. എന്താ മോളെ, എന്തു പറ്റി? ഉമ്മ, ആ മുഹ്സിത്തയുടെ ഇക്കാക്ക ഉണ്ടെങ്കിൽ അവിടെ വഴിയിൽ എന്തൊക്കെയോ പറഞ്ഞ്, ഇക്കാക്ക ഓല പെങ്ങളെ തട്ടിക്കൊണ്ടതാണ്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു, നിങ്ങളെ വെറുതെ വിടൂല. പൊന്നു മോളെ, അങ്ങനെയൊക്കെ പറഞ്ഞോ? പഠിച്ചോനെ, ജീവിതത്തിനൊരു സമാധാനം ഇല്ലാതായി പോയല്ലോ. എൻ്റെ അജ്മലാണെങ്കിൽ ഇവിടെ ഇല്ല. റബ്ബേ, നീ കാക്ക്. പഠിച്ചോനെ, ഒന്നിനും മടിക്ക്. ഈ കുട്ടീനെ എങ്ങനെ ഞാൻ പുറത്തേക്ക് വിടുക? മോളെ, ഉമ്മാൻ്റെ കുട്ടി ഇനി ഓട്ടോക്ക് പോയിക്കൊണ്ടിട്ടോ, ഇനി ബസ്സിന് അങ്ങനെ കാത്തു നിൽക്കണ്ട, അവിടെ പോയിട്ട്. ആ ഉമ്മയുടെ നിർദ്ദേശം അതായിരുന്നു. ഒരു പക്ഷേ തൻ്റെ പെങ്ങളെ എങ്ങാനോ ഭീഷണിപ്പെടുത്തി എന്ന് അജ്മൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഫിറോസിനെ ഒരിക്കലും വെറുതെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അജ്മൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഫിറോസ് നല്ലൊരു കളി കളിക്കുന്നതും. എൻ്റെ പെങ്ങളെ തിരിച്ചു കിട്ടുവോളം ഞാൻ അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അതായിരുന്നു അവൻ്റെ പ്ലാനിങ്. ആ ദിവസം ഉമ്മയും മകളും ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പഠിച്ചോനെ, അല്ലാഹുവേ, എവിടെയാണ് അവന്? എന്നാൽ അന്ന് ഉറങ്ങുവാൻ കിടക്കുന്ന സമയത്ത് ഉമ്മയുടെ ഫോണതാ ബെല്ലടിക്കുന്നു. മോളെ, ആരോ നോക്കൂ മോളെ. ഉമ്മ, ഇതൊരു നെറ്റ് പോലത്തെ നമ്പറാണല്ലോ. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ബുഷിയല്ലേ? ആ, ഇത് ഇക്കാക്കയല്ലേ? ആ മോളെ, എവിടെ ഉമ്മ? ഉമ്മ ഇവിടെ ഉണ്ട്. ഇക്കാക്ക, നിങ്ങളെന്ത് 3-4 ദിവസം വിളിക്കാതിരുന്നത്? ഞങ്ങൾ കരഞ്ഞ് തളർന്നിരിക്കുകയാണ് ഇക്കാക്ക. മോളെ, അതൊക്കെ ഞാൻ പറയാം, ഉമ്മാരുടെ അടുത്ത് കൊടുക്ക്. ഹലോ മോനെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എൻ്റെ പൊന്നു മോനെ, എൻ്റെ കുട്ടി എവിടെയായിരുന്നു? ഞാൻ ആകെ ബേജാറായിപ്പോയി മോനെ. ഉമ്മ, ഞാനിവിടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, സ്വസ്ഥമായൊരു സ്ഥലത്ത് ഞാനിപ്പോൾ ഉണ്ട്. ഇൻഷാ അല്ലാ, ഞാൻ ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഫോണ് നഷ്ടപ്പെട്ടു പോയിമ്മ അതിനിടക്ക്, പിന്നെ എന്തൊക്കെയോ പ്രോബ്ലംസൊക്കെ വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഇഷ്യൂസ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒക്കെ ആക്റ്റീവായി റെഡിയായി. ഉമ്മാൻ്റെ നമ്പറൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ ജിമെയിലൊക്കെ അടിച്ചപ്പോൾ തന്നെ വന്നു എന്തൊക്കെ തന്നെയായാലും. ഏതായാലും അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉമ്മ. ഞാൻ ഉംറക്ക് പോകുവാൻ വേണ്ടി ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടൊക്കെ ഏകദേശം ഇൻഷാ അല്ലാ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഉമ്മ പ്രത്യേകം ദുആ ചെയ്യണം. മോനെ, സത്യമാണോടാ? ആ ഉമ്മ, സത്യമാണ്. ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. പിന്നെ ഉമ്മ, കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ ഉമ്മയോട് എന്തൊക്കെയോ പറയാൻ വേണ്ടി നിന്നതായിരുന്നു, പക്ഷേ അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എനിക്ക് തന്നെ അറിയണില്ല. വണ്ടി എന്താ ചെറുതായിട്ടൊരു ആക്സിഡൻറ്റോ? പഠിച്ചോനെ, എൻ്റെ കുട്ടീൻ്റെ എന്തെങ്കിലും പറ്റിയോ?
ഏയ് ഒന്നുമില്ലമ്മ, കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ ഒരു എന്തെനിക്കറിയില്ല, എനിക്ക് എന്തോ സംഭവിച്ചറിയില്ല. അങ്ങനെ എന്തൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ ഇതെല്ലാം 2 ദിവസം ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായി. പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല. അതിന് മാത്രമുള്ള വിഷയങ്ങളില്ല. അതിൻ്റെ ഇടയിലാണ് ഫോണൊക്കെ നഷ്ടപ്പെട്ടതും കാര്യങ്ങളൊക്കെ ആയത്. എന്തായാലും കുഴപ്പമില്ല. ഒരു നല്ലൊരാൾ എന്നെ കണ്ടെത്തി എന്നോട് സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ മാഷാ അല്ലാ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഞാൻ കഴിയുന്നുണ്ട്. എനിക്കൊരു ഫോണ് തന്നു. എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ ഉംറയ്ക്ക് ഇനി പോവുകയാണ് കേട്ടോ. പൊന്നു മോനെ, ഉമ്മ എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എല്ലാം റൂമിലെത്തിയിട്ട് വിശദമായി പറയാമെന്നൊക്കെ വിചാരിച്ചത്. മുഹ്സിനയുടെ കാര്യമൊക്കെ തീരുമാനമായിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ കൈകളിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു കൊടുത്തു. അതൊക്കെ അതൊക്കെ ഞാൻ പറയണമെന്ന് വിചാരിച്ചത്, എന്ത് ചെയ്യാം, നടന്നില്ല. ഏതായാലും അതറിഞ്ഞു ഞങ്ങൾ എന്തൊക്കെ തന്നെയായാലും. അറിഞ്ഞില്ലേ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഉഷാറായില്ലേ. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം എനിക്ക് പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. വല്ലാത്തൊരു റാഹത്തിൻ്റെ മനസ്സിക്കിപ്പോൾ. അവർ സുഖമായി ജീവിക്കട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, അപ്പോൾ ഇനി അവർ സുഖമായി ജീവിക്കട്ടെ, യാതൊരു കുഴപ്പമില്ലാതെ. ഉമ്മക്ക് സമാധാനമായടാ. അല്ല, എൻ്റെ കുട്ടീനെ ആരെ രക്ഷിച്ചത്? ഏതൊരു അറബി എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സുഖമില്ലാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് ശരീരത്തിന് പരിക്കൊന്നും കാര്യമായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് എന്തൊക്കെയോ സംഭവിച്ച പോലെയായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ഒരു അറബി എന്നെ കൂട്ടിക്കൊണ്ട് പോയി, നല്ല രീതിയിൽ എന്നെ പരിചരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മൈൻഡൊക്കെ ഒന്ന് റിലാക്സാക്കി. എൻ്റെ ഫോണെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു, എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ആയി മാറി. എന്തൊക്കെ തന്നെയായാലും പാസ്പോർട്ട് പിന്നെ ഞാൻ അവിടെ വെച്ചിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും പറ്റിയില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്. അതൊക്കെ നഷ്ടപ്പെട്ട പിന്നെ ഇവിടെ എന്താ പഠിച്ചോ എൻ്റെ കുട്ടീനെ കാത്തു. എന്നിട്ടും നീ എവിടെയാണ്? ഞാനിപ്പോൾ ഒരു അറബികളുടെ ഇടയിലാണ്, ഒരു അറബി വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തുകാർ നല്ല സ്വഭാവമുള്ള അറബി, അദ്ദേഹമാണ് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ട് എനിക്ക് റാഹത്താണ് കുഴപ്പമൊന്നുമില്ല. ഇനി ഇൻഷാ അല്ലാ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് പോവണം. പക്ഷെ ഞാൻ പോവാന്ന് പറഞ്ഞാൽ ഇവർക്കും തന്നെ വല്ലാത്തൊരു സങ്കടമൊക്കെ ഉണ്ട്. എന്തായാലും ഉമ്മയുടെ ആ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കും എനിക്ക് വല്ലാതൊന്നും കഷ്ടപ്പെടേണ്ടി വന്നില്ല. അപ്പോഴൊക്കെ എന്നെ ഏതൊക്കെ കരങ്ങൾ വന്ന് രക്ഷിച്ചുമ്മ. സത്യമായിട്ടും ഞാനൊരിക്കലും എൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല. എന്ത് സംഭവിച്ചു എനിക്കൊന്നും അറിയുന്നു പോലില്ല. എന്നെ ആരൊക്കെയോ താങ്ങിയെടുക്കുന്നതായിട്ടും കൊണ്ടുപോകുന്നതായിട്ടും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതായിട്ടൊക്കെയാണ് എനിക്ക് ചെറിയൊരു ഓർമ്മ. എന്താണ് സംഭവിച്ചത് എനിക്കറിയുന്നില്ല. മൊത്തത്തിൽ ഒന്നും ഓർമ്മയില്ലാത്ത രീതിയിലായിരുന്നു. എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പഠിച്ചോനെ, ഉമ്മാൻ്റെ കുട്ടി ഒറ്റയ്ക്ക് അങ്ങനെ പോവല്ലേ കൊടുക്കേ. സജീറിൻ്റെ ഒപ്പം നിന്നോളി, അല്ലെങ്കിൽ അറബി ഉമ്മയുടെ വീട്ടിൽ നിന്നോളി. ഒറ്റയ്ക്ക് എങ്ങോട്ടും പോവല്ലേ. അവിടെ അറബ് നാടാണ്, ഒരുപാട് സ്ഥലങ്ങളുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആളുകളൊക്കെ. അപ്പം ഉമ്മാൻ്റെ കുട്ടി ഒറ്റയ്ക്ക് പോവല്ലേ. ഒറ്റയ്ക്കൊന്നല്ല എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ. ഇപ്പോഴാ എൻ്റെ കൂടെ ഇവിടുത്തെ അറബി ഫാമിലി മൊത്തത്തിലുണ്ട്. ഇവിടുത്തെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഇവിടുത്തെ അറബിക്ക് 2 പെൺകുട്ടികളാണുള്ളത്, അവരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും സത്യം പറഞ്ഞാൽ എന്നെ വല്ലാത്തൊരു കാര്യം തന്നെയായി. അവർക്ക് ഒരു ജീവൻ രക്ഷിച്ച ഒരു സന്തോഷവും അവരിലുണ്ട്. ഓലോടൊക്കെ നന്ദി പറഞ്ഞു പോയിക്കോളിട്ടോ. പടച്ചോനെ, ഉമ്മാൻ്റെ പ്രാർത്ഥന അത്രക്കും വലുതാണെന്ന് ഞാൻ വീണ്ടും എനിക്ക് മനസ്സിലാകാണ്. അതായത് എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥന അതുണ്ടായതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. സത്യമായിട്ടും നിങ്ങളെ കൈകൾ എനിക്ക് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ എനിക്കൊരു പേടിയില്ല. ഇവിടെ ജീവിക്കാൻ ഒരു പേടിയില്ല. എന്തിനാ മൂസാ നബിയോട് പറഞ്ഞ കഥ ഉമ്മയല്ല എന്നോട് പറഞ്ഞത്? അതേ ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ കുട്ടി കഷ്ടപ്പെടേണ്ട ആവശ്യം വരില്ല. ഈ കൈകൾ മൂസാ നബിയുടെ ഉമ്മ മരണപ്പെട്ട സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറഞ്ഞത്, മൂസാ ഇനി നീ സൂക്ഷിച്ചോ, നിനക്ക് വേണ്ടി ഉയർത്തുന്ന കരങ്ങൾ ഇനിയില്ല കേട്ടോ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കരങ്ങൾ ഇനിയില്ല. അതാണ് പറഞ്ഞത്. ഉമ്മ അത് കേട്ട് പൊട്ടിക്കരയുകയാണുണ്ടായത്. ഉമ്മാൻ്റെ കുട്ടീനെ നിന്ന് അങ്ങോട്ട് പോന്നാളി, അതല്ല നല്ലത്. ഇനി അവിടെ നിൽക്കണോ? കുട്ടീൻ്റെ ദൗത്യമൊക്കെ പൂർത്തിയായില്ലേ, ഇനിയിപ്പോൾ എന്താ, ഉമ്മാൻ്റെ കുട്ടി പോന്നാളി. ഉംറയുണ്ടല്ലോ, ഉംറ കൂടെ നിർവഹിച്ചിട്ട് ഇൻഷാ അല്ലാ. പിന്നെ സജീർ പറഞ്ഞ ആ ഒരു ട്യൂഷൻ്റെ
ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാണെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണമ്മ. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. മോനെ ദുആ ചെയ്യണേ മോനെ, ഞങ്ങൾക്കൊക്കെ അവിടെ കാണാനുള്ള ഭാഗ്യം കണ്ടാൽ ഉമ്മ തീർച്ചയായും ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോരണം കേട്ടോ. പൊന്നു മോനെ, ഉംറയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്കൊരു കല്യാണം നോക്കണ്ടേ? ഉമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അജ്മൽ സാർ ഒന്നും മിണ്ടിയില്ല. ഉമ്മ കല്യാണമൊക്കെ ഇനിയിപ്പോൾ എന്താ മോനെ നീ അങ്ങനെ പറയുന്നത്? മുഹ്സിനയുടെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു, അവളുടെ ഭർത്താവിൻ്റെ അടുക്കൽ എത്തിച്ചു എന്ന് കരുതിയിട്ട് നിൻ്റെ ദൗത്യം പൂർത്തിയായെന്നാണോ നീ പറയുന്നത്? ഒരിക്കലുമല്ലല്ലോ. നിൻ്റെ ജോലി തുടങ്ങുന്നേ ഉള്ളൂ മോനെ. മോനക്ക് പറ്റിയൊരു പെൺകുട്ടി അത് ഉമ്മ അങ്ങ് കണ്ടുപിടിച്ചോളി. എനിക്കൊന്നും അറിയില്ല അതിനെക്കുറിച്ച്. മോനെ, ഞാനോ എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ ഉമ്മ അത് കെട്ടിച്ച് തരും കേട്ടോ. എൻ്റെ കുട്ടിക്ക് മനസ്സിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മ അത് നടത്തി തരും, അത് ഉറപ്പാണ്. എന്താണ് എൻ്റെ കുട്ടിക്ക് ആഗ്രഹം അത് പറഞ്ഞോളി. ഉമ്മാനോട് ഞാൻ എന്താ പറയുക? ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു പെൺകുട്ടിയെ, പക്ഷേ അതൊരിക്കലും എൻ്റേതാണ് അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെടുന്ന ഞാൻ അറിഞ്ഞിരുന്നില്ല ഉമ്മ. ഞാൻ അറിയാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി ആ കുട്ടിയെ. മോനെ, അതെ ഉമ്മ, നിങ്ങൾ വിചാരിക്കുന്ന ആളെ തന്നെ. എപ്പോഴും ബുഷി പറയുമായിരുന്നല്ലോ, ഇത്താത്ത നിങ്ങൾ എൻ്റെ ഇക്കാക്കയെ കല്യാണം കഴിക്കോ എന്നുള്ളത്. അതുപോലെ എന്നോട് അവൾ പറയുമായിരുന്നു ഇത്താത്തയെ കല്യാണം കഴിക്കണ കാര്യമൊക്കെ. അതെ ഉമ്മ, അന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ മറ്റൊരുത്തൻ്റെ ഭാര്യയാണെന്നുള്ളത്. അന്ന് അങ്ങനെ അവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരേ ഒരു പെൺകുട്ടി അവളായിരുന്നു. പിന്നീട് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സഹതാപം പശ്ചാത്തപിച്ച് ഞാൻ പഠിച്ചവനെ, ഞാൻ ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി. ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഒരിക്കലും പാടില്ലാത്തതാണ് ഞാൻ ആഗ്രഹിച്ചത്. പഠിച്ച റബ്ബിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എങ്കിലും എന്താണെന്നറിയില്ല, അവളെൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല. അവൾക്ക് ഞാൻ എൻ്റെ പെങ്ങളെ സ്ഥാനം കൊടുത്തു. ഉമ്മ ഇപ്പോഴും അവൾ എൻ്റെ പെങ്ങളെ സ്ഥാനത്തുണ്ട്. അതിനെന്താ മോനെ, പെങ്ങളെ സ്ഥാനത്തല്ലേ, അതിന് കുഴപ്പമില്ലല്ലോ, അത് നല്ലതാണ്. പോയിക്കൊണ്ട് കാണാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ. ഉമ്മ, ഇനിയും ഞാൻ കാണാൻ പോകുന്നത് ശരിയല്ല. കാരണം അവളിന്ന് മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. അതുമാത്രമല്ല, പെങ്ങളെന്ന് കരുതി യാതൊരു രക്തബന്ധവുമില്ലാതെ ഞാനങ്ങോട്ട് കയറി ചെന്നാൽ അതുമ്മ ശരിയാവുമോ? മോനെ, അതും ശരി തന്നെയാണ്, സാരമില്ല. എന്നാലും എൻ്റെ കുട്ടി ഇതുവരെ അവളെ സംരക്ഷിച്ച് യഥാർത്ഥ സ്ഥാനത്ത് എത്തിച്ചു കൊടുത്തല്ലോ. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഏതായാലും എൻ്റെ കുട്ടി ഉംറ കഴിഞ്ഞ് വരിട്ടോ. ഉമ്മാൻ്റെ കുട്ടിക്ക് പറ്റിയ കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞോളി, നമുക്ക് നടത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ഉമ്മ കണ്ടുപിടിച്ചോളാം. എന്തേ ഉമ്മ, നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്കും ഇഷ്ടപ്പെട്ട്, അതേ എനിക്ക് പറയുള്ളൂ. വേറെ എനിക്കൊന്നുമില്ല. എനിക്കൊക്കെ എൻ്റെ ഉമ്മാൻ്റെ ഇഷ്ടമാണ്. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രവർത്തിക്കാൻ നിൽക്കൂല്ല കേട്ടോ. മോനെ, ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയാലോ എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്നുള്ളത്. ഉമ്മ കണ്ടുപിടിച്ചോളി എനിക്കൊരു പെണ്ണിനെ. അല്ലാതെ ഒരിക്കലും ഞാനായിട്ട് കണ്ടുപിടിക്കുന്നില്ല. ഞാൻ കണ്ടുപിടിച്ച കുട്ടി വിവാഹിതയായ കുട്ടിയായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് അറിഞ്ഞത്. ഏതായാലും എൻ്റെ ഉമ്മാൻ്റെ ഇഷ്ടത്തിന് കണ്ടുപിടിച്ചോളി. സത്യം പറഞ്ഞാൽ മകൻ്റെ ആ ഒരു വാക്കുകൾ ഉമ്മയുടെ മനസ്സിൽ സന്തോഷം പകർന്നു. പഠിച്ചോനെ, എൻ്റെ കുട്ടിയെല്ലാം എനിക്ക് വിട്ടു നിൽക്കണം റബ്ബേ. എൻ്റെ കുട്ടിക്ക് നീ ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യേ. അജ്മൽ സാറിൻ്റെ ഉമ്മ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. ഉമ്മ, എന്നാൽ ശരിട്ടോ, ഞാൻ വിളിക്കാം. മോനെ ശ്രദ്ധിക്കണേ, ഒറ്റയ്ക്കെങ്ങും പോവല്ലേ. ഇല്ലുമ്മ, അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം ഇൻഷാ അല്ലാ. ആ രാത്രി ഉമ്മയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ വിരിഞ്ഞു നിന്നു. റബ്ബേ, എൻ്റെ കുട്ടിയുടെ കൈ പിടിച്ച് കയറ്റാൻ എൻ്റെ കുട്ടിക്ക് ഒരാൾ, അല്ല അതെന്നായിരിക്കും, ആരായിരിക്കും? ഉമ്മയുടെ മനസ്സിൽ പല പല സ്വപ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. റബ്ബേ, എൻ്റെ കുട്ടിക്ക് പറ്റിയ കുട്ടി ഏതായിരിക്കും? ഉമ്മ ഓരോന്ന് ആലോചിച്ച് നിന്നു. പെട്ടെന്ന് ബുഷി അങ്ങോട്ട് വന്നു. മോളെ, ബുഷിയെ, ഉമ്മ വിളിച്ചു. ആ ഉമ്മ, ഞാനേ ഇതെടുക്കാൻ വേണ്ടി. എന്ത്? അല്ലേ, ഞാൻ ഡ്രസ്സേ. ആ മോളെ, ഒന്നിവിടെ വന്നാണ് ഉമ്മാൻ്റെ കുട്ടി. എന്ത് ഉമ്മ? അല്ലേ, അജുവിന് പറ്റിയൊരു പെൺകുട്ടിയെ കണ്ടെത്തണം. ഓൻ ഉംറക്ക് പോവാടി. മാഷാ അല്ലാ. ആ മോളെ, ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ട് നമുക്ക് ഓൻ്റെ കല്യാണം നടത്തണ്ടേ? സത്യം പറഞ്ഞാൽ അവൾക്കത് കേട്ടപ്പോൾ സന്തോഷമാണ് ആയത്. എൻ്റെ കുട്ടി കുറേ മുഹ്സിനെ പിന്നാലെ നടന്നില്ലേ, പിന്നെല്ലാം അറിഞ്ഞേ മോളെ. ശരിയാണമ്മ, നമുക്കറിയില്ലല്ലോ. അറിയാത്ത കാലത്ത് ഓരോന്ന് ചിന്തിച്ചു പോയി. എന്തെന്നറിയില്ല, മുഹ്സിത്തിയെ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു എനിക്ക്. മുഹ്സിത്തിയോട് വല്ലാത്തൊരു ഇഷ്ടം എല്ലാം കൂടി ആയിരുന്നു മോളെ. ഇൻഷാ അല്ലാ, നമുക്ക് അതുപോലത്തെ നല്ലൊരു കുട്ടിയെ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉമ്മ,
നിങ്ങളന്ന് പറഞ്ഞില്ലേ ഒരു കാര്യം? മോളെ, അതിൻ്റെ മനസ്സിലില്ലായിട്ടല്ല. പക്ഷേ ആ കുട്ടിയുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അത് നടക്കുമോ അറിയില്ല. എൻ്റെ ഉമ്മ പാവപ്പെട്ട ഉമ്മല്ലാത്ത കുട്ടിയാണ്. ഉമ്മല്ലാത്ത കുട്ടി, ഈ കുട്ടി നഴ്സിങ്ങിന് കൊണ്ടുവരുന്ന ക്യാഷൊക്കെ അവർ ചോദിക്കുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞത്. പേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ കുട്ടി അധിക ദിവസവും വീട്ടിലേക്ക് പോവാറില്ല, എങ്കിലും അയച്ചു കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാവുമ്പോൾ അറിയില്ല. എന്തായാലും മോന് വരട്ടെ, എന്നിട്ട് നോക്കാം. ഉംറയൊക്കെ കഴിഞ്ഞിട്ട് മോൻ വന്നിട്ട് അതിനനുസരിച്ച്. എന്തെന്നറിയില്ല, എൻ്റെ കുട്ടീൻ്റെ കാര്യത്തിൽ ഇപ്പം എനിക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ സെറ്റാക്കി കൊടുക്കണം, പഠിച്ചവനെ നിക്കാഹ് കഴിയണം എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഉമ്മയുടെ മനസ്സിൽ പുതുചിന്തകൾ ഉയർന്നു. പഠിച്ചവനെ, എൻ്റെ കുട്ടി എന്താ അറിയില്ല, എൻ്റെ അജ്മലിനെ കാണുന്നത് കൊതിയാകണ്. ഓൻ്റെ പെണ്ണിനെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റണം. ഏറ്റവും പാവപ്പെട്ട പെൺകുട്ടിയാണെങ്കിൽ അത്രയും നന്ന്. എനിക്കതാണ് ഇഷ്ടം. കാരണം എൻ്റെ കുട്ടിയുടെ മനസ്സിലും അതുതന്നെയായിരിക്കും ചിന്ത. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, എൻ്റെ കുട്ടിക്ക് പറ്റിയ ഒരു പെൺകുട്ടിയെ പഠിച്ചവനെ നീ ഇറക്കിക്കൊണ്ടല്ല. അജ്മൽ സാറിൻ്റെ ഉമ്മ അന്ന് സന്തോഷത്തോടു കൂടിയാണ് കിടന്നുറങ്ങിയത്. പഠിച്ചവനെ, എൻ്റെ കുട്ടിയെ അവന് മുസ്സിയുടെ ആങ്ങള ശല്യപ്പെടുത്തിയ കാര്യം വേണ്ട. എന്തായാലും പടച്ച റബ്ബ് കാക്കട്ടെ. ഇപ്പോൾ അവനോട് പറഞ്ഞാൽ അവനക്ക് സമാധാനം നഷ്ടപ്പെടും. എന്തൊക്കെ തന്നെയും ഓൻ ഉംറയൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തട്ടെ. അതിനനുസരിച്ച് ഇനി ശല്യം ഉണ്ടാകണമെങ്കിൽ പറയാം. അതാണ് ആ ഉമ്മ വിചാരിച്ചത്. തൻ്റെ മോനെ ഒരിക്കലും കഷ്ടപ്പെടുത്തരുത്, വിഷമിപ്പിക്കരുത് എന്നായിരുന്നു ആ ഉമ്മയുടെ ചിന്ത. എന്നാൽ ഈ സമയം അതാ അവൻ്റെ വീട്ടിൽ ഫിറോസ് തൻ്റെ ഭാര്യയെ കൂടുതൽ ഇപ്പോൾ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അത്രക്കും വെറുത്തുപോയി എന്ന് തന്നെ പറയാം. ഏറെക്കുറെ കാര്യങ്ങൾ അവിടെ ഉറപ്പായിട്ടുണ്ട്. അതെ, തൻ്റെ മുമ്പിലേക്ക് മണവാട്ടിയായിക്കൊണ്ട് അതാ ഷെഹർബാൻ കടന്നു വരുമെന്നുള്ള കാര്യം അവൾക്ക് ഏറെക്കുറെ ഉറപ്പായി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലാതെ ഒരിക്കലും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു യഥാർത്ഥ സത്യവും അവൾക്ക് മനസ്സിലായി. ഒരുപാട് ഉമ്മയെയും പെങ്ങന്മാരെയും കഷ്ടപ്പെടുത്തിയതിൻ്റെ ഫലമാണ് തനിക്ക് ലഭിക്കുന്നത് എന്നും അവൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഷെഹർബാനാണ് തന്നേക്കാൾ അവിടെ സ്ഥാനമുള്ളത്. തൻ്റെ ഭർത്താവ് ഫിറോസ് ഇത്രയധികം ക്രൂരനാണ് എന്നുള്ള കാര്യം അവൾ തിരിച്ചറിഞ്ഞു. പക്ഷേ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയാൽ ഒരു പക്ഷേ എനിക്കൊന്നും ഇല്ലാത്ത രീതിയിലാവും. കാരണം ഫിറോസാണ് സാധനം. അത് അവർക്കൊരു സന്തോഷത്തിന് വകവരുത്തും. മാത്രമല്ല, അവർ മാത്രമുള്ള ഒരു ലോകമായിട്ട് തുടരും. ഒരു പക്ഷേ ആദ്യഭാര്യയായ ഞാൻ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം, അതാണ് ബുദ്ധി. എന്നാൽ ഫിറോസ് ഇല്ലാത്ത ആ സമയം അവൾ അതാ ഷെഹർബാനെ വിളിക്കുന്നു. ഷെഹർബാൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. നീ വേഗം പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ ഞാൻ വേറെന്തെങ്കിലും വഴി നോക്കേണ്ടി വരും. എന്തിന്? എന്നോട് ഫിറോസ്ക പറഞ്ഞല്ലോ നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല എന്നുള്ളത്. നീ എന്തിനാ എൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? നിൻ്റെ ആരാണ്? അത് എൻ്റെ യജമാനനാണ്. അത് മാത്രമല്ല എന്നോട് സ്നേഹമുള്ളൊരാൾ കൂടിയാണ്. അതുകൊണ്ട് അയാൾ പറയുന്നതാണ് ഞാൻ അനുസരിക്കുള്ളൂ. നിങ്ങൾ പറയുന്നൊന്നും ഞാൻ കേൾക്കൂല. ശരിക്കും അതാ ഫർഹബിക്ക് ദേഷ്യം കൂടുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ലേ, എനിക്കൊന്ന് കാണണം. അവളെ അതാ പിടിച്ച് വലിച്ച് ഉന്തി പുറത്താക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ നല്ല തടിയും വലുപ്പമുള്ള ഫർഹബിയെ അവൾക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. നിങ്ങൾ എന്താ താത്തേ കാണിക്കുന്നത്? എനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ എന്നോട് ഫിറോസ്ക. പിന്നെന്തിനാ നിങ്ങൾ എന്നെ ഇവിടുന്ന് ഉന്തി പറഞ്ഞേക്കുന്നത്? ഞാൻ പോകണമെന്നില്ല, എനിക്ക് എൻ്റെ വീട്ടിൽ വലിയ സുഖമൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. ഫിറോസ്ക പറഞ്ഞിരുന്നു എന്നോട് നിനക്ക് മുകളിലത്തെ റൂമിൽ കിടക്കാം എന്നൊക്കെ. ഓളുടെ ഒരു ആഗ്രഹം കണ്ടില്ലേ മനസ്സിലെ? ഇതാണിപ്പോൾ എൻ്റെ മനസ്സിലത്തെ ആഗ്രഹമല്ലേ? ഈ വീട് സ്വന്തമാക്കാം, മുകളിലത്തെ ആ ഒരു റൂം സ്വന്തമാക്കാം എന്നൊക്കെയുള്ള വിചാരമാണ് എൻ്റെ മനസ്സിൽ. അതേ കുട്ടി, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചേക്ക്. ഒരിക്കലും നിനക്കുള്ളതല്ല, അത് എനിക്കുള്ളതാണ്. നീ എന്ത് കരുതിയിട്ടാ ഇതൊക്കെ നിൻ്റെ സ്വന്തം എന്ന് കരുതുന്നത്? വെറും ഒരു വേലക്കാരിയായി നിനക്കിവിടെ എന്ത് സ്ഥാനമുള്ളത്? ഫർഹബി നല്ല രീതിയിൽ അതാ അവളെ ചീത്ത പറയുന്നുണ്ട്. അതെ, നിങ്ങളെന്നോടിത് പറയണതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും വന്നാൽ. നിങ്ങൾ എന്നെ കൂടുതൽ ഭീഷണിപ്പെടുത്തണ്ട, ഇറങ്ങി പോകാനടി പറഞ്ഞത്.
ചുരുക്കി പറഞ്ഞാൽ ഫർഹബിയും ഷഹർബാനും അവിടെ ഒരു കയ്യാങ്കളിയിലെത്തി എന്ന് തന്നെ പറയാം. ശക്തമായി ഫർഹബിയെ അതാ ഷഹർബാൻ ഒന്തുന്നു. അവളും അതാ തെറിച്ച് വീഴുന്നു. ഈ പൊണ്ണത്തടിച്ച് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് ഞാൻ കാണിച്ചു തരാടി, എന്താ ഇത്? വേലക്കാരത്തി വീട്ടിലത്തെ യജമാനത്തെ ഉന്തിയിടുകയോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ കിട്ടിയ എന്തോ ഒരു കനമുള്ള സാധനം കൊണ്ട് ഫർഹബിയെ അതാ എറിയുന്നു. ചുരുക്കി പറഞ്ഞാൽ അവർ രണ്ടുപേരും അവിടെ മൊത്തത്തിൽ പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്. ഫിറോസ് സ്ഥലത്തില്ല ഈ സമയത്ത്. രണ്ടുപേരുടെയും ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ടാണ് ഫിറോസ് അങ്ങോട്ട് കടന്നു വന്നത്. എന്നാൽ അതിനിടയ്ക്ക് ഫിറോസിൻ്റെ ലാപ്ടോപ്പെല്ലാം എറിഞ്ഞു പൊട്ടിക്കൽ കഴിഞ്ഞിരുന്നു. അവിടെ എന്താണിവിടെ സംഭവിച്ചത് എന്നുള്ള മട്ടിൽ ഫിറോസ് അങ്ങോട്ട് കടന്നു വരുന്നു. നിങ്ങൾ രണ്ടുപേര് ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? ഓ, എൻ്റെ ലാപ്ടോപ്പ്, ഇതൊക്കെ ആരാണ് എറിഞ്ഞു പൊട്ടിച്ചത്? സത്യം പറയണം. എന്നാൽ അവളെന്ന് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നേരെ ഫർഹബിയുടെ നേരേക്കാണ് അവൻ പോയത്. ഫർഹബിയുടെ മുഖമടക്കി അതാ ഫിറോസ് കൊടുക്കുന്നു. ഓ, എന്താ ഇത്? ഞാനല്ല, മറ്റവളാണ്. അവളാണ് അങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആയിക്കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്യുക? ഈ വീടൊക്കെ നിങ്ങൾ പൊളിച്ച് രണ്ടാളെയും പിടിച്ച് ഇറക്കേണ്ടി വരുമോ? അവളെ ഇറക്കി വിട്ടേക്ക്, അവളാണ് വേലക്കാരി, അല്ലാതെ ഞാനല്ല, ഫർഹബി ദയനീയമായി പറഞ്ഞു. അവൾ വേലക്കാരിയാണെങ്കിൽ നീ വീട്ടുകാരി അല്ലേ? ചിലപ്പോൾ വീട്ടുകാരി ഇറക്കേണ്ടി വരും, വേലക്കാരി ഇവിടെ നിർത്തേണ്ടിയും വരും. എന്താ, മടുത്തുവല്ലേ നിങ്ങൾക്കെന്നെ? തടിയും വലുപ്പവും കുറച്ച് തൊലിവെളുപ്പും ഉള്ള ആരെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ് പോയി. എന്നിട്ടിപ്പോൾ ഞാൻ ഇറങ്ങണല്ലേ? ഒരിക്കലും ഞാൻ ഇറങ്ങൂല. നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും. നിങ്ങൾക്ക് രണ്ടാർക്കും എതിരെ ഞാൻ കേസ് കൊടുക്കും. ഈ വീട്ടിൽ അഭിഹിത ബന്ധങ്ങളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് നീ അങ്ങ് കേസ് കൊടുക്കടി. പിന്നെ നിൻ്റെ കൈ എങ്ങാനും അവളുടെ നേരെ ഊങ്ങിയാലുണ്ടല്ലോ, രണ്ട് കൈയും ഞാൻ വെട്ടും, അത് മറക്കണ്ട. ഫർഹബിയോട് തൻ്റെ ഭർത്താവ് പറഞ്ഞ ആ ഒരു വാക്ക് കേട്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ അതുമാത്രമല്ല, ഇതെല്ലാം എറിഞ്ഞുടച്ച് ഇവിടെയെല്ലാം നശിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. എങ്ങനെയുണ്ട്? ഫർഹബിയും ഭർത്താവും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുകയാണ്. അവരുടെ ദാമ്പത്യ ജീവിതം ചുരുക്കി പറഞ്ഞാൽ ആകെ പ്രശ്നത്തിലാണ് എന്നർത്ഥം. പക്ഷെ അവർ വിചാരിച്ചിരുന്നത് ഉമ്മയെയും പെങ്ങന്മാരെയും ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം അവർക്ക് കിട്ടും എന്നതായിരുന്നു. പക്ഷേ അവർ രണ്ടുപേരും ഇപ്പോൾ തല്ലിപ്പിരിയാനുള്ള ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഫർഹബി ഓർത്തു ഉമ്മയെ. ഉമ്മക്ക് നല്ല സ്നേഹമായിരുന്നു, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പെങ്ങന്മാരും അതെ. പക്ഷേ എല്ലാവരെയും ഇറക്കി വിട്ടതിൻ്റെ ശിക്ഷ ഞാൻ വൈകാതെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ദേഷ്യം കൊണ്ട് അവൾക്ക് ഷഹർബാനെ ഒന്ന് നോക്കുവാൻ തന്നെ തോന്നുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടി പുറത്തടിക്കണം, അല്ലാതെ ശരിയാവില്ല. വന്ന് കൂടിയൊരു സാധനം വേലക്കാരി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നൊക്കെയാണ് തന്ത. ആർക്കറിയാം ഓല് തമ്മിൽ ആദ്യം ബന്ധം ഉണ്ടായിരുന്നോ എന്നൊക്കെ. എന്നെ പറ്റിക്കാനായിരിക്കും ചിലപ്പം ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്. അല്ലാതെ ഒരിക്കലും ഇവിടെ വന്നിട്ട് അവർ ഇത്ര സ്നേഹബന്ധം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എത്ര എളുപ്പം കൊണ്ടാണ് അവർ ഇക്ക, തേനെ, മാനെ, ഫിറോസ്ക എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത്. ഇത് എന്തോ ആദ്യമുള്ള ഒരു ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നൊരു വേലക്കാരി എന്നുള്ള പേരിൽ. എന്നിട്ടിപ്പോൾ അവർ ഒന്നാകുക, ഞാൻ പുറത്തും. ഫർഹബിയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ ഫർഹബി തയ്യാറായിരുന്നില്ല. അവരങ്ങനെ അങ്ങ് സുഖിക്കണ്ട, രണ്ടുപേരും ഒറ്റയ്ക്ക്. അതിന് ഞാൻ സമ്മതിച്ചു കൊടുക്കൂല. രണ്ടുപേരും ഭയങ്കര പ്രശ്നം തന്നെയാണ് അവിടെ. എന്നാൽ ഈ സമയം അതാ മുഹ്സിനയുടെ ഉമ്മയും അനിയത്തിയും ആ വീട്ടിൽ. ഉമ്മ, എന്താ മോളെ? ഇവിടെ എന്ത് സമാധാനമല്ല ഉമ്മ. നമുക്ക് ചെറിയ വീടാണെങ്കിലും നമ്മൾ ആരും ചീത്ത പറയാനില്ല, ശല്യപ്പെടുത്താനല്ല മോളെ. അതങ്ങനെ തന്നെയല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ഈ ഒരു കൊച്ചുകുടിയിൽ നമ്മൾ നിൽക്കുന്നത്. സൗകര്യങ്ങളും എന്തൊക്കെ കുറവായിരിക്കും, പക്ഷേ മനസ്സിന് സമാധാനമുണ്ട്. ഇപ്പോൾ എൻ്റെ മുഹ്സിൻ്റെ കാര്യത്തിൽ സമാധാനമായി, എൻ്റെ കാര്യത്തിൽ എനിക്ക് സമാധാനമായി. ഇനി ഓലോലോ ഇഷ്ടം പോലൊക്കെ ജീവിക്കട്ടെ. ചോർന്നൊലിക്കുന്ന ആ ഒരു വീടിൻ്റെ ആ ഒരു മൂലയിലായിട്ട് ഉമ്മ എങ്ങനെയൊക്കെയോ ആ ഓടിൻ്റെ കഷ്ണങ്ങൾ തിരികെ വെച്ചു. ഷീറ്റും അതിൻ്റെ മേലെ ഇട്ടു. മോളെ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, സാരമില്ല, എന്നാലും സമാധാന ജീവിതം ഉണ്ടാവും നമുക്ക്. എന്തേ ഉമ്മ? അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ഇത്താത്തയും കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. ഉമ്മയെ, നമുക്കൊരുമിച്ച് ഇവിടെ തന്നെ കഴിയാലോ? മോളെ,
എന്താ ചെയ്യാൻ എനിക്കറിയില്ല. മരുമക്കളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ചെറിയ വീട് അതൊക്കെ ഉമ്മ അദ്ദേഹത്തിനൊന്നും ഒരു കുഴപ്പമില്ലമ്മ. സമാധാന സന്തോഷം എവിടെയെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ ഉണ്ടാകും. എന്നാൽ അറബി ഉമ്മ ഉണ്ടാക്കിയ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നേ ഇല്ലായിരുന്നു. അവിടെ എന്ത് നടക്കുന്നു, പുതിയ വേലക്കാരി വന്ന് പ്രശ്നമുണ്ടാക്കുന്നതും അതിനെക്കുറിച്ചും ഒന്നും ഉമ്മ അറിയുന്നില്ല. വീട് കുറച്ച് അല്പം അകലെ ആയതുകൊണ്ട് തന്നെ ഒന്നും കേൾക്കുകയില്ല. സമാധാനമാണ്. എന്നാലും ഉമ്മ പറഞ്ഞു, മോളെ. എന്തോ ഉമ്മ? അല്ലേ, ഫിറോസും പെണ്ണുങ്ങൾക്കും തോന്നിയല്ലേ എൻ്റെ കുട്ടികളൊക്കെ ഒന്ന് ഇറക്കി വിടാനൊക്കെ അവിടുന്ന്? ഉമ്മ, സാരല്ല. അല്ലേ, ഞാൻ വിചാരിക്കുകയാണ്, ഓനോട് ഓൻ്റെ ബാപ്പ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഓനെ ഏൽപ്പിച്ചിട്ട്, മോനെ ഇജ്ജ് പെങ്ങന്മാരെ നോക്കണം കേട്ടോ, ഓനെ വെറുതെ വിടരുത് കേട്ടോ, നല്ല രീതിയിൽ സംരക്ഷിക്കണം കേട്ടോ എന്ന്. ഇപ്പം എന്തായി? എന്താ ഓൻ്റെ ഒരു കാട്ടിക്കൂട്ടൽ അല്ലേ? ഉമ്മങ്ങൾ കരയണ്ട. നമുക്കെന്തിനാ വലിയ വീടൊക്കെ ഉമ്മ, നമുക്ക് ചെറിയ വീടാണെങ്കിലും സമാധാനമല്ലേ വലുത്. മോളെ, കുറേ കാലം നമ്മൾ ചെറിയ വീട്ടിൽ നിന്നു. പഠിച്ചറബി നമുക്ക് നിയമത്ത് നൽകി. പക്ഷേ അവിടുന്ന് ഇത്ര പെട്ടെന്ന് നമ്മൾ ഉമ്മ സാരല്ല, നിങ്ങൾ കരയല്ലേ, അതൊക്കെ പഠിച്ചറബ് ഒന്ന് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ വിഷമിക്കല്ലേ. മോളെ, വിഷമമൊന്നുമില്ല, ഓല് ജീവിച്ചോട്ടെ. ഓല് രണ്ടുപേരും അവിടെ സുഖമായി ജീവിച്ചോട്ടെ. ആ കുഞ്ഞും അവരുടെ ഇടയിൽ ജീവിച്ചോട്ടെ. മക്കൾക്കെതിരെ ഞാൻ ഒരിക്കലും ദുആ ചെയ്യുന്നില്ല. ദുആ ചെയ്യാൻ പാടില്ല മോളെ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മക്കൾ ഒരിക്കലും നന്നാവില്ല. അവർ രണ്ടുപേരും ജീവിച്ചോട്ടെ. നല്ല മട്ടത്തിൽ പ്രാർത്ഥിക്കാം നമുക്ക് ഓല നന്മക്കായിട്ട്. ഉമ്മാൻ്റെ മനസ്സാണ് ഞാൻ ആലോചിക്കണത്. മോളെ, നമ്മൾ മാതാപിതാക്കൾ ഒരിക്കലും ഒരു പ്രാവശ്യമെങ്കിലും മക്കൾക്കെതിരായി ദുആ ചെയ്ത് കഴിഞ്ഞാൽ പടച്ച റബ്ബ് സ്വീകരിക്കും മോളെ. പിന്നെ അവർക്ക് ജീവിതത്തിൽ അത് വല്ലാത്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കും. ഒരിക്കലും നമ്മൾ മാതാപിതാക്കളെ വെറുപ്പിക്കരുത്. വെറുപ്പിച്ച് കഴിഞ്ഞാൽ അവർ ദുആ കിട്ടി കഴിഞ്ഞാൽ നല്ല ദുആ ആണെങ്കിൽ രക്ഷപ്പെട്ടു. അതല്ല, വേണ്ടാത്ത സങ്കടപ്പെട്ടുള്ള ദുആ ആണെങ്കിൽ പൊന്നു മോളെ, അവർ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെടേണ്ട അവസ്ഥയായിരിക്കും. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി എതിരെ ദുആ ചെയ്യരുത്. അങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പഠിച്ചോനെ അല്ലാഹുവേ, ഏതൊരു ഉമ്മാക്കും വേദനയോടെ മക്കൾക്കെതിരെ ദുആ ചെയ്യാനുള്ള വിധി ഇല്ലാതിരിക്കട്ടെ റബ്ബേ, ആമീൻ. ഉമ്മയുടെ ആ ഒരു മകനെക്കുറിച്ചുള്ള കാരുണ്യത്തിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ശരിക്കും ഹസനത്ത് കരഞ്ഞുപോയി. ഉമ്മ, പെറ്റുമ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കില്ലേ മോളെ? എനിക്ക് എൻ്റെ മക്കളെ മുഴുവൻ വേദനയാണ്. എല്ലാവരും എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറേ ഉള്ളൂ. ഏതായാലും പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ആ ഉമ്മ കണ്ണീരോടെ ദുആ ചെയ്തു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.